പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ. നാളെ 1200 ഇടവമാസം 22-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 5-ാം തീയതി. നാളെ ജൂൺ മാസം 5-ാം തീയതി തൃശ്ശൂർ സൂര്യോദയം 6:05, അസ്തമയം വൈകിട്ട് 6:21. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വ്യാഴാഴ്ചത്തെ രാഹുകാലം 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. ശുഭകാര്യങ്ങൾ നാം ചെയ്യാറില്ല. നാളെ വ്യാഴാഴ്ച ശുഭദിനമാണ്. നാളത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമാകുന്നു. നാളെ വെളുത്തപക്ഷത്തിലെ അത്തം നക്ഷത്രമാകുന്നു. നാളെ വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു, 10ാമത്തെ തിഥിയാകുന്നു. അതിനാൽ നാളെ നല്ല ദിനം വ്യാഴാഴ്ച, നല്ല നക്ഷത്രം അത്തം, വെളുത്തപക്ഷത്തിലെ അത്തം. തിഥിയാണെങ്കിലോ വെളുത്തപക്ഷത്തിലെ ഏറ്റവും ശക്തമായ ദശമി തിഥി. അതിനാൽ പല ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് നാളത്തെ ദിനം സ്വീകരിക്കാം. എല്ലാ ശുഭകാര്യങ്ങൾക്കും, അത് യാത്രയായാലും സാമ്പത്തികമായ വിഷയമായാലും പുതിയ ലോണിന് അപേക്ഷിക്കുന്നതായാലും പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന വിഷയമായാലും നാളത്തെ ദിനത്തെ എൻ്റെ പ്രേക്ഷകർ സധൈര്യം മുന്നിട്ടിറങ്ങണം. നാളെ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തിൻ്റെ അധിദേവതയാഗ്രഹം ചന്ദ്രനാകുന്നു. നാളെ വ്യാഴാഴ്ച ധനപതിയായ വ്യാഴത്തിൻ്റെ ദിവസമാകുന്നു. അതിനാൽ നാളെ വിഷ്ണുക്ഷേത്രത്തിലും അപ്രകാരം ദേവീക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യുക. മഹാലക്ഷ്മി അഷ്ടകം വിഷ്ണു സന്നിധിയിൽ ജപിക്കുക. ഇതൊക്കെ വളരെ നന്നായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിൻ്റെ ഗുണങ്ങൾ അനുഭവപ്പെടും. മഹാലക്ഷ്മി അഷ്ടകം നിങ്ങൾ ചൊല്ലണം, ശ്രവിക്കണം. ഓം നമസ്തേസു മഹാമായേ ത്രിപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി സർവപാപ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. അതിമനോഹരമാണ്. 8 ശ്ലോകങ്ങളാണ്. അഷ്ടകം എന്നാൽ 8 എന്നാണ് അർത്ഥം. അതിശക്തമായ മഹാലക്ഷ്മിയുടെ നക്ഷത്രമാകുന്നു. നാളെ നിറദിനമാണ്. ശുഭത്വത്തിൻ്റെ പൂർണ്ണതയുള്ള ദിനമാണ്. ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിറയെ എണ്ണ കൊടുത്ത് നിറവിളക്ക് സമർപ്പിക്കുക. അവിടെ അന്നദാനാദി വഴിപാടുകൾ ചെയ്യുക. വളരെയധികം ഗുണപരമായി വരുന്ന ദിനവും മുഹൂർത്തങ്ങളും നാളെയുണ്ട്. നാളെ ഏറ്റവും നല്ല ശുഭമുഹൂർത്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ കാലത്ത് 11:15 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ ശുഭകാര്യങ്ങളും നാളത്തെ മേൽപ്പറഞ്ഞ സമയത്ത് വളരെ അനുകൂലമായി വരും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.